ശ്രീ ആനന്ദ് കൊച്ചുകൂടി പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും അത് പരിഹരിക്കാൻ ഇടപെടുന്നതിനും അവരുമായുള്ള ഒരു രാഷ്ട്രീയ സംവേദനത്വം സാധ്യമാക്കുന്നതിനുമൊക്കെ ധാരാളം പരിമിതികൾ ഈ കൺവെൻഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഈ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ജിൻഡോ ജോൺ. അങ്ങനെയാണെങ്കിൽ അതായിരിക്കുമല്ലോ CJP പോലെ ഒരു പാർട്ടിയുടെ ഉദയത്തിന് വഴിവെച്ചിരിക്കുന്ന ഈ കാരണങ്ങളിലൊന്ന്. അങ്ങനെയാണെങ്കിൽ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്തായിരിക്കും ഈ രാജ്യത്ത് CJPയുടെ ഭാവി? അല്ല, CJPയെ ഇവിടെ BJP അടിച്ചമർത്താനുള്ള സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ യുവാക്കൾ ഇവിടെ തൊടുത്തുവിട്ട ഈ ഒരു അസ്ത്രം അത് ഒറ്റയടിക്കങ്ങ് അല്ലെങ്കിൽ ഈ ഒരു തെളിച്ച ഒരു വെളിച്ചം അത് ഒറ്റയടിക്ക് കെടുത്തിക്കളയാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് മറ്റ് പലർക്കും പ്രചോദനമായിരിക്കും. അതായത് ഇത്ര വേഗം ഇത്ര ഫോളോവേഴ്സിനെ വെറും 2-3 ഒരു വിഷയങ്ങൾ മാത്രം, അതായത് ഇവർ പ്രത്യയശാസ്ത്രപരമായി അവർ ഒരു ലിബറൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ്, ഒരു ലിബറൽ പക്ഷത്ത് നിന്നാണ് അവർ സംസാരിക്കുന്നത് എന്ന് പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാകുന്ന, എന്നാൽ വളരെ ചുരുങ്ങിയ കാര്യങ്ങളിൽ മാത്രം അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ അതിനെ തല്ലിക്കടത്തിയാലും അതിനെ ഇപ്പോൾ BJP വലിയ തോതിൽ ആക്രമിച്ചില്ലാതാക്കാൻ നോക്കിയാലും ഇപ്പോൾ ടൂൾ കിറ്റ് എന്നും മറ്റ് പല രീതിയിലുള്ള BJPയുടെ അല്ലെങ്കിൽ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പല രീതികളിൽ അതിനെ അടിച്ചമർത്തിയാലും എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റ് പലരും മുന്നിട്ട് വരും. അത് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ചില മൂവ്മെൻറ്റുകൾ പിന്നീട് രാഷ്ട്രീയ പാർട്ടിയുടെ ആകുന്ന രൂപത്തിലായിരിക്കാം. എന്തായാലും ഇത് വലിയൊരു തിരിച്ചറിവ് സാധാരണ പാർട്ടി, ഇപ്പോൾ ജിൻഡോ പറഞ്ഞതുപോലെ സാധാരണ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന പോലെ തന്നെ മറ്റ് പലർക്കും ഇത് ഒരു പ്രചോദനമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ടല്ലോ, അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നമുണ്ടല്ലോ, ഇവിടെ തൊഴിലില്ല എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തന്നെ പറഞ്ഞല്ലോ, ഇവിടെ ഈ കോക്രോച്ചുകൾ എന്ന് അദ്ദേഹം ആക്ഷേപിച്ച ആൾക്കാർ ആരാണ്? ഇത്രയും സമയം ഇൻ്റർനെറ്റിൽ ചിലവഴിക്കാനുള്ള ആൾക്കാർ. ഇവിടെ തൊഴിൽ കൊടുക്കാൻ സർക്കാരുകൾക്ക് പറ്റുന്നില്ല. ഏതൊരു സാമ്പത്തിക ശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ തൊഴിൽ ഉണ്ടാക്കുക എന്നുള്ളത്. അതിപ്പോൾ ഏത് സമ്പദ് വ്യവസ്ഥയിലാണെങ്കിലും, അതിപ്പോൾ ക്യാപിറ്റലിസം ആണെങ്കിലും സോഷ്യലിസം ആണെങ്കിലും ഏത് സമ്പദ് വ്യവസ്ഥയിലും തൊഴിൽ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം ഏത് സർക്കാരിനും നടപ്പാകാതെ പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റുകൾ. ഇവിടെ പ്രൊട്ടസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഇത് മറ്റൊരു തലത്തിലേക്ക് പ്രൊട്ടസ്റ്റിലേക്ക് പോവാം. കാരണം ഇവിടെ സർക്കാരുകൾ നമുക്കറിയാമല്ലോ, നരേന്ദ്രമോദി 2 കോടി തൊഴിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ അധികാരത്തിൽ വരുന്നത്. പിന്നീട് അത് പക്കോട ഉണ്ടാക്കുന്നതിലേക്കും മറ്റു പല രീതിയിലേക്കും അത് മാറുന്നത് നമ്മൾ കണ്ടു. ഇവിടെ സർക്കാരിന് തൊഴിൽ കൊടുക്കാവുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ അപ്പോഴും ഇവിടെ ഏത് തരത്തിലാണ് നമ്മുടെ നാട്ടിൽ യുവാക്കൾ തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുകയും എഞ്ചിനീയർമാരായിട്ടുള്ളവർ കോൾ സെൻറ്ററിൽ ജോലി ചെയ്യുകയും അതുമല്ലാതെ ഇവിടെ സ്വിഗ്ഗിയും സൊമാറ്റോ റൈഡർമാരായി തീരുകയും ഓല ഊബർ ഡ്രൈവർമാരായി തീരുകയും എന്നൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം വിദേശത്തേക്ക് പോവാണ്. എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് മൂലധനമുള്ളവർ അതെല്ലാം പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റിട്ട് അവർ കുട്ടികളെ വിദേശത്തേക്ക് അയക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് പലതരത്തിൽ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വാക്യത്തിൽ ഇതുപോലെയുള്ള മൂവ്മെൻറ്റുകൾ പാർട്ടികളായി ഇത് പരിണമിക്കുകയും ഇത് വലിയ ഒരു അവബോധം സൃഷ്ടിക്കുകയും ചെയ്യും. അത് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിന് നല്ലൊരു പ്രവണതയായിട്ടാണ്, അല്ലെങ്കിൽ ഭാവിയിൽ ഇത് നല്ല വഴിത്തിരിവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.